വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഹോട്ട് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം 2026 കോമൺവെൽത്ത് ഗെയിംസ് അവസാനിച്ചു അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിനൊക്കെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമിന് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരും. അതായത് സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയിൽ ഏഷ്യൻ ഗെയിംസ്, അതുപോലെ തന്നെ ഒളിമ്പിക്സ് പോലെയുള്ള ഇവന്റുകളൊക്കെ തന്നെ എന്താണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ സി എ സെക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് കോമൺവെൽത്ത് ഗെയിംസും. ഓൾറെഡി 2026 കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ചോദ്യം കൺഫേം ആണ് വരുമെന്ന കാര്യത്തിൽ. അപ്പോൾ ആ മേഖലയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവസാനം വരെ വളരെ ശ്രദ്ധയോടെ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങളെ ക്ലാസ് കേട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ് 2026 പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കാം അല്ലെ. സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ പോലും കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് 2026 കോമൺവെൽത്ത് ഗെയിംസിലേക്ക് കടക്കാം. അപ്പോ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ? അത് 1930 നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിം എന്നായിരുന്നു, കോമൺവെൽത്ത് ഗെയിംസ് എന്നല്ലായിരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേരെന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിം എന്ന് പറയുന്നതായിരുന്നു. ഈ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടൻ കോളനി ആക്കി വെച്ച രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരമാണ് എന്തെന്ന് പറയുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേരെന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിം എന്ന് പറയുന്നതായിരുന്നു. പിന്നീട് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന പേര് സ്വീകരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? അത് 1978 കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന ഇപ്പോഴുള്ള ഈ ഒരു പേര് സ്വീകരിക്കുന്നത്. അപ്പം കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1930 അന്ന് ഇതിന്റെ പേര് എന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിം എന്ന് പറയുന്നതായിരുന്നു. ഇനി ഈ രൂപത്തിലുള്ള കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിക്കുന്നത് എപ്പോഴാണ്? 1978. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി എന്ന് പറയുന്നതാണ്. എന്താണ്? ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി എന്ന് പറയുന്നതാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണെന്നറിയോ? അത് അസ്ലി കൂപ്പർ ആണ്. ജോൺ അസ്ലി കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അസ്ലി കൂപ്പർ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത് 1930 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വേദി എവിടെയായിരുന്നെന്ന് ചോദിച്ചാൽ അത് ഹാമിൽട്ടൺ ആണ്. കാനഡയിലെ ഹാമിൽട്ടൺ ആണ് ഇതിന്റെ എവിടെയാണ് വേദിയായിട്ട് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായിട്ട് വന്നത്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് 1930 സ്റ്റാർട്ട് ചെയ്യുന്നു. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ ആണ് അല്ലെ വേദിയാകുന്നത്. കാനഡയിലെ ഹാമിൽട്ടൺ ആണ് വേദിയാകുന്നത് എന്ന് പക്കയായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് ഒരു ഏഷ്യൻ നഗരം വേദിയാകുന്നുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏത് ഏഷ്യൻ നഗരമാണ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് എന്ന് ചോദിച്ചാൽ അത് 1998 എവിടെയാണ്? മലേഷ്യയിലെ കോലാലംപൂർ ആണ് വേദിയാകുന്നത്. 1998 കോമൺവെൽത്ത് ഗെയിംസിന് ഒരു ഏഷ്യൻ നഗരം വേദിയാകുന്നത്. ആദ്യമായിട്ട് ഒരു ഏഷ്യൻ നഗരം വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോലാലംപൂർ ആണ്. ഏത് വർഷം? 1998 കോമൺവെൽത്ത് ഗെയിംസിനാണ് ഒരു ഏഷ്യൻ നഗരം ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. ഇനി അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രണ്ടാമത്തെ ഏഷ്യൻ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ് വേദിയാകുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രണ്ടാമത്തെ ഏഷ്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. ഏത് വർഷം? 2010 കോമൺവെൽത്ത് ഗെയിംസിന്
ഇന്ത്യ വേദിയാകുന്നത്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് ഏതെന്ന് പറയുന്നത് 2010 കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഒരു ഏഷ്യൻ നഗരം വേദിയാകുന്നു എന്തിന്? കോമൺവെൽത്ത് ഗെയിംസിന്. അതെവിടെയാണ്? കോലാലംപൂർ ആണ്. രണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഏഷ്യൻ നഗരവും അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതും എവിടെയാണ്? 2010 അല്ലെ. 2010 കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അത് ന്യൂഡൽഹി ആയിരുന്നു വേദിയായിരുന്നത്. പഠിച്ചു വെച്ചേക്ക, ഇന്ത്യയിൽ വെച്ച് 2010. ഇനി ഇന്ത്യ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത് എപ്പോഴാണ്? ഇതിപ്പോ നമ്മൾ പറഞ്ഞത് 2010 ഇന്ത്യ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് എപ്പോഴാണ്? അത് രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ്. അതായത് 1934 ലണ്ടനിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് എന്തിൽ പങ്കെടുക്കുന്നത്? കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. എടാ നമ്മൾ പറഞ്ഞു 1930 എന്ത് നടക്കുന്നത്? ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നില്ല. മറിച്ച് രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ് ആര് പങ്കെടുക്കുന്നത്? ഇന്ത്യ പങ്കെടുക്കുന്നത്. അത് എപ്പോഴാണ്? 1934 ലണ്ടനിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് എന്തിൽ പങ്കെടുക്കുന്നത്? കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് എപ്പോഴാണ്? അത് 2010 കോമൺവെൽത്ത് ഗെയിംസിനാണ്. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തില് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം നടന്ന കോമൺവെൽത്ത് ഗെയിംസും ഏതാണെന്ന് അറിയോ? അത് ഈ 2010 ഇന്ത്യ വേദിയായ കോമൺവെൽത്ത് ഗെയിംസിലാണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ഈ 2010 ഇന്ത്യ വേദിയായ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം എന്ന് പറയുന്നത് മെഡൽ ടേബിളിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തെത്തി എന്നറിയോ? 2ാം സ്ഥാനത്തെത്തി. 2010 ഡൽഹി ആതിഥേയത്വം വഹിച്ച കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ ടേബിളിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തുണ്ടായിരുന്നു? 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. 101 മെഡലുകൾ. ടോട്ടൽ എത്ര മെഡലുകൾ ലഭിച്ചു? 101 മെഡലുകൾ ലഭിച്ചു. അതിൻ്റെ അകത്ത് 38 സ്വർണം ഉണ്ടായിരുന്നു. എത്ര സ്വർണം? 38 സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം കണ്ട കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ 2010 കോമൺവെൽത്ത് ഗെയിംസ്. അവിടെ 101 മെഡൽ ലഭിച്ചു. അതുപോലെ തന്നെ 38 സ്വർണം ലഭിച്ചു ഇന്ത്യക്ക്. ഇനി നമ്മൾ എന്തിലേക്ക് പോകാൻ പോവുകയാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം? 2026 കോമൺവെൽത്ത് ഗെയിംസിലേക്ക് പോകാം. 2026 ഫസ്റ്റ് ഓഫ് ഓൾ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? അത് ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡിൽ വെച്ചാണ് അല്ലെ. എവിടെ വെച്ചാണ് നടന്നത്? അത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. സ്കോട്ട്ലാൻഡിൽ വെച്ച് നടക്കുന്ന എത്രാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്? ഇത് 4ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പൊ 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ്? അത് സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോയിൽ വെച്ചാണ് നടന്നത്. സ്കോട്ട്ലാൻഡിൽ വെച്ച് നടക്കുന്ന എത്രാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്? ഇത് 2026 കൂടി ആയപ്പോ 4ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഇതിനു മുമ്പ് സ്കോട്ട്ലാൻഡ് എപ്പോഴൊക്കെ വേദിയായിട്ടുണ്ട്? 1970, 1986, 2014 എന്നീ വർഷങ്ങൾക്ക് ശേഷം 2026 വേദിയായതോടുകൂടി സ്കോട്ട്ലാൻഡ് കോമൺവെൽത്ത് ഗെയിംസിന് എത്ര തവണ വേദിയായി? 4 തവണയാണ്. ടോട്ടൽ 4 തവണയാണ് വേദിയായിട്ടുള്ളത്. ഈ 2026 കോമൺവെൽത്ത് ഗെയിംസും എവിടെയാണ് നടന്നത്? സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോയിൽ വെച്ചാണ് നടന്നത്. ഇനി ഭാഗ്യചിഹ്നം ഏതാണ്? അത് സ്കോട്ട്ലാൻഡിന്റെ ദേശീയ മൃഗമായിട്ടുള്ള ഒരു സാങ്കല്പിക ജീവിയാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഫിന്നി എന്ന് പറയുന്ന യൂണിക്കോൺ ആണ് ഈ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫിന്നി എന്ന് പറയുന്ന യൂണിക്കോൺ ആണ്. പഠിച്ചു വെച്ചേക്കണം. ആകെ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ആകെ 74 രാജ്യങ്ങളാണ് പങ്കെടുത്തത്.
എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ആകെ 74 രാജ്യങ്ങൾ പങ്കെടുത്തു. എന്ന് തൊട്ട് എന്ന് വരെയാണ് നടന്നത്? 2026 ജൂലൈ മാസം 23 മുതൽ ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. എവിടെ? സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോയിൽ വെച്ച് 2026 കോമൺവെൽത്ത് ഗെയിംസ് 2026 ജൂലൈ 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 2-ാം തീയതി വരെയാണ്. പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്. ഇനി അതുപോലെ തന്നെ ആകെ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത്? 122 കായിക താരങ്ങളായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓൾറെഡി നമ്മൾ 126 കായിക താരങ്ങളായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. 5 മലയാളികൾ ഉൾപ്പെടെ 126 കായിക താരങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് കായിക താരങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇന്ത്യയിൽ നിന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് 122 കായിക താരങ്ങളാണ്. പഠിച്ചു വെക്കണം. കോമൺവെൽത്ത് ഗെയിംസ് 2026 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരങ്ങൾ എത്രയാണ്? 5 മലയാളികൾ ഉൾപ്പെടെ 122 കായിക താരങ്ങളാണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു 2026? അത് 23-ാമത്തെ എഡിഷൻ ആയിരുന്നു കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസിന്റെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു 2026 ഗ്ലാസ്ഗോയിൽ നടന്നത്? 23-ാമത്തെ എഡിഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, കൺഫ്യൂഷൻ ആവുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഇന്ത്യയുടെ 19-ാമത്തെ എഡിഷൻ കൂടിയായിരുന്നു. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ 23-ാമത്തെ എഡിഷൻ ആണെങ്കിലും ഇന്ത്യയുടെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ പങ്കെടുക്കുന്ന 19-ാമത്തെ എഡിഷൻ ആയിരുന്നു. കാരണം ചില കോമൺവെൽത്ത് ഗെയിംസുകളിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. 1950, 1962, 1986 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ പങ്കെടുത്തില്ല. അപ്പൊ 2026 നടന്നത് ഇന്ത്യ പങ്കെടുക്കുന്ന എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചാൽ അത് 19-ാമത്തെയാണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചാൽ അത് 23-ാമത്തെ എഡിഷനുമാണ്. കൺഫ്യൂഷൻ ആവരുത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കോമൺവെൽത്ത് ഗെയിംസിൽ ആകെ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 122 കായിക താരങ്ങളാണ് പങ്കെടുത്തത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 122 കായിക താരങ്ങളെ നയിച്ചു കൊണ്ടുപോയ കോമൺവെൽത്ത് ഗെയിംസിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ ആരായിരുന്നു? തലവൻ ആരായിരുന്നു? അത് രോഹിത് രാജ്പാൽ ആണ് അല്ലെ. രോഹിത് രാജ്പാൽ ആണെന്ന് പഠിച്ചു വെച്ചേക്ക. വെൽത്ത് ഉള്ളപ്പോൾ ഒരു രാജാവാണ് നയിച്ചത് അല്ലെ. വെൽത്തുള്ളപ്പോൾ വെൽത്തുള്ളപ്പോൾ ഒരു രാജാവാണ് നയിച്ചത്. രോഹിത് രാജ്പാൽ ആണ്. ഇന്ത്യൻ ടീമിനെ നയിച്ച ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ ആരായിരുന്നു? അത് രോഹിത് രാജ്പാൽ ആയിരുന്നു. പഠിച്ചു വെച്ചേക്കണം. ഇനി കോമൺവെൽത്ത് ഗെയിംസിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചവരിലേക്ക് നമുക്ക് വരാം. ആരാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്? അത് ഭാരാരോഹണം അല്ലെ, വെയിറ്റ് ലിഫ്റ്റിംഗ് താരമായിട്ടുള്ള മീരാഭായ് ചാനുവും അതുപോലെ തന്നെ ലവ്ലീന ബോർഗോഹൈനുമാണ്. ബോക്സിംഗ് താരമാണ് ലവ്ലീന ബോർഗോഹൈൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ചേർന്നാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. അപ്പൊ നല്ല വെൽത്തുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ മീര നല്ല ലവബിൾ ആയിട്ട് ഇന്ത്യൻ ഫ്ലാഗ് വഹിച്ചു എന്ന് ഓർത്താ മതി. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? മീരാഭായ് ചാനു. മീരാഭായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലവ്ലീന ബോർഗോഹൈൻ ഏതാണ് മേഖല? ബോക്സിംഗ് ആണ് മേഖല എന്ന് പറയുന്നത്. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരൊക്കെയാണ്? ഇന്ത്യൻ പതാക വഹിച്ചത് ഒരു ബോക്സിംഗ് താരമാണ്. അതാണ് ജസ്മൈൻ ലംബോറിയാണ്. ജസ്മൈൻ ലംബോറിയാണ് ബോക്സിംഗ് താരമായിട്ടുള്ള ജസ്മൈൻ ലംബോറിയാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. അപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ ആരാണ്? മീരാഭായ് ചാനുവും അതുപോലെ തന്നെ ലവ്ലീന ബോർഗോഹൈനുമാണ്. കൃത്യം പഠിച്ചു വെച്ചേക്കണം. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ മെഡലുകളിലേക്ക് നമുക്ക് വരാം അല്ലെ. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളിലേക്ക് നമുക്ക് വരാം. നമുക്ക് പ്രധാനപ്പെട്ടത് എന്താണ്? ഇന്ത്യയുടെ മെഡൽ നേട്ടമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ അക്കൗണ്ട് തുറക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടി 2026 ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യത്തെ മെഡൽ നേടുന്നത് ആരാണ്? ചാടിക്കേറി ആദ്യത്തെ മെഡൽ നേടുന്നത് പാരാ പവർ ലിഫ്റ്റിംഗിൽ വെങ്കലം നേടുന്നത് ജണ്ടുകുമാർ ആണ്. ഓർത്തു വെച്ചേക്കണം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മെഡൽ 2026
2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ ചാടി നേടുന്നത് ജണ്ടുകുമാറാണ്. പാരാ പവർ ലിഫ്റ്റിംഗിലാണ് വെങ്കല മെഡലാണ് ആര് നേടുന്നത്? ജണ്ടുകുമാർ നേടുന്നത്. പഠിച്ചു വെച്ചേക്കണം. ഗ്ലാസ്ഗോയിൽ നടന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടുന്ന വ്യക്തിയാണ് ജണ്ടുകുമാർ എന്ന് പറയുന്നത്. ഏതാണ് മേഖല എന്ന് പറയുന്നത്? പാരാ പവർ ലിഫ്റ്റിംഗ് ആണ്. എന്ത് മെഡലാണ് നേടിയത്? വെങ്കല മെഡലാണ് നേടിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി 2026 ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുന്നത് ആരാണെന്നറിയോ? അത് നമ്മുടെ പ്രിയപ്പെട്ട ചാനുവാണ്. കോമൺവെൽത്ത് ഗെയിംസിലെ ഉദ്ഘാടന ചടങ്ങിൽ ലൗലീന ബോർഗോഹൈനൊപ്പം ഇന്ത്യൻ പതാക വഹിച്ച നമ്മുടെ മീരാഭായ് ചാനുവാണ് ആദ്യത്തെ സ്വർണം നേടുന്നത്. ഈ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്വർണം നേടിക്കൊടുക്കുന്നത് ആരാണ്? അത് മീരാഭായ് ചാനുവാണ്. ഗെയിംസ് റെക്കോർഡോടുകൂടിയാണ് ചാനു എന്ത് നേടുന്നത്? സ്വർണം നേടുന്നത്. അതായത് വനിതകളുടെ 48 കിലോഗ്രാം ഭാരാരോഹണത്തിൽ ഗെയിംസ് റെക്കോർഡോടുകൂടിയാണ് നമ്മുടെ ചാനു എന്ത് നേടുന്നത്? സ്വർണ്ണ മെഡൽ നേടുന്നത്. അതായത് 190 കിലോ ഉയർത്തിയാണ്. 48 കിലോഗ്രാം ഭാരാരോഹണത്തിൽ വനിതകളുടെ 190 കിലോ ഉയർത്തി ഗെയിംസ് റെക്കോർഡോടുകൂടി ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിക്കൊടുക്കുന്നത് ഭാരാരോഹണത്തിൽ മീരാഭായ് ചാനുവാണ്. അതുപോലെ തന്നെ മീരാഭായ് ചാനുവിന്റെ ഹാട്രിക് സ്വർണമാണെന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിലായിട്ട് മെഡൽ നേടുന്ന, അതും സ്വർണ്ണ മെഡൽ നേടുന്ന താരമാണ് മീരാഭായ് ചാനു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹാട്രിക് സ്വർണമാണ് മീരാഭായ് ചാനു നേടിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിലായിട്ട് സ്വർണ്ണ മെഡൽ നേടുന്ന താരമാണ് ആരെന്ന് പറയുന്നത്? മീരാഭായ് ചാനു എന്ന് പറയുന്നത്. ഗ്ലാസ്ഗോയിൽ നടന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 48 കിലോഗ്രാം ഭാരാരോഹണത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുന്നത് ആരാണ്? മീരാഭായ് ചാനു ആണ്. ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവായ മീരാഭായ് ചാനു 190 കിലോ ഉയർത്തിയാണ് എന്ത് നേടിയത്? ചാനു ഗെയിംസ് റെക്കോർഡോടുകൂടി സ്വർണം നേടിയത്. പഠിച്ചു വെച്ചേക്കാൻ. നമ്മൾ പറഞ്ഞു തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന താരം കൂടിയാണ് ആരെന്ന് പറയുന്നത്? മീരാഭായ് ചാനു. പഠിച്ചു വെച്ചേക്കാം. ഇനി മീരാഭായ് ചാനു മാത്രമല്ല കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ഹാട്രിക് സ്വർണമാണെന്ന് പറഞ്ഞല്ലേ. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണം നേടിയിട്ടുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾ കൂടി നമുക്കുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കോമൺവെൽത്ത് ഗെയിംസിലല്ല, ഇതിനു മുന്നേ ഉള്ള കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ആയിട്ട് മീരാഭായ് ചാനുവിനെ പോലെ തന്നെ തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണം നേടിയ മറ്റ് താരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ജസ്പാൽ റാണയുണ്ട്. ജസ്പാൽ റാണ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് താരമാണ് അല്ലെ, ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമാണ്. മീരാഭായ് ചാനുവിനെ പോലെ തന്നെ എന്താണ് 3 തവണയായിട്ട് തുടർച്ചയായിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ ഒരു താരമാണ് ജസ്പാൽ റാണ എന്ന് പറയുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ജസ്പാൽ റാണ ഷൂട്ടിംഗ് താരമാണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ ഇടക്കാണ് അന്തരിച്ചത്. ഈ 2026 ജൂൺ മാസം 12-ാം തീയതിയാണ് ആരന്തരിക്കുന്നത്? ജസ്പാൽ റാണ അന്തരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. വിയോഗങ്ങളുടെ ഭാഗത്ത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ജസ്പാൽ റാണ എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് ഒളിമ്പിക്സിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ നേടിക്കൊടുക്കുന്നതും ഇരട്ട മെഡൽ നേടുന്നതുമായ മനു ഭാക്കറിന്റെ പരിശീലകൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കറിനെ അറിയാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് ആദ്യത്തെ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടുന്നതും ഇരട്ട മെഡൽ നേടുന്ന വനിതാ ഷൂട്ടിംഗ് താരമാണല്ലേ മനു ഭാക്കർ എന്ന് പറയുന്നത്. ഇതേ മനു ഭാക്കറിന്റെ പരിശീലകനാണ് ആര്? ജസ്പാൽ റാണ എന്ന് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ജസ്പാൽ റാണ. ജസ്പാൽ റാണ തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണം നേടി ഹാട്രിക് സ്വർണം നേടിയ വ്യക്തിയാണ്. കൂടാതെ സുശീൽ കുമാർ, ഗുസ്തി താരമാണ് സുശീൽ കുമാർ എന്ന് പറയുന്നത്. സുശീൽ കുമാറും വിനേഷ് ഫോഗട്ട് അല്ലെ, വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. ഇവരൊക്കെ എന്താണ് നമ്മുടെ മീരാഭായ് ചാനുവിനെ പോലെ തന്നെ എന്താണ് കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 തവണ സ്വർണം നേടിയ മറ്റ് താരങ്ങളാണ്. ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ കാര്യത്തിലല്ല പറയുന്നത്, ഇതിനു മുന്നേ ഉള്ള കോമൺവെൽത്ത് ഗെയിംസുകളിലായിട്ട് ഇത്തരത്തിൽ മീരാഭായ് ചാനുവിനെ പോലെ സ്വർണം നേടിയ താരങ്ങളാണ്. ജസ്റ്റ് നമ്മൾ ഹാട്രിക് സ്വർണമാണെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഇതിനു മുന്നേ ഉള്ള കാര്യങ്ങൾ കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി
എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനമായിരുന്നു മെഡൽ ടേബിളിൽ ഉണ്ടായിരുന്നത്. ഈ 2026 നടന്ന ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസ് അവസാനിക്കുന്ന സമയത്ത് മെഡൽ ടേബിളിൽ നമുക്ക് എത്രാം സ്ഥാനമായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ാം സ്ഥാനമായിരുന്നു. ഇന്ത്യക്ക് ഇവിടെ എത്ര മെഡലുകൾ കിട്ടിയെന്നറിയോ? 39 മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്. അതിൻ്റെ അകത്ത് 13 സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എത്ര സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു? 13 സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സ്വർണം വന്ന വഴിയൊന്ന് പഠിക്കണം. നമുക്ക് എല്ലാ മെഡലുകളും ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഈ സ്വർണ്ണ മെഡൽ കിട്ടിയത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് നോക്കി വെക്കണം. നമുക്ക് സ്വർണം നേടിക്കൊടുത്തത് ആരൊക്കെയാണ്? നമ്മൾ ആദ്യത്തെ സ്വർണം പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണം നേടുന്നത് ആരാണ്? ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു ആണ് അല്ലെ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണം നേടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അടുത്ത 2 സ്വർണം വരുന്നത് എവിടെയാണെന്നറിയോ? അത് ജൂഡോയിലാണ് കേട്ടോ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജൂഡോയിൽ നമ്മൾ 2 സ്വർണം നേടുന്നുണ്ട്. ഒന്ന് വനിതാ വിഭാഗവും സ്വർണം നേടുന്നുണ്ട്, ഒന്ന് പുരുഷ വിഭാഗവും സ്വർണം നേടുന്നുണ്ട്. വനിതാ വിഭാഗം ഇന്ത്യക്കായിട്ട് സ്വർണം നേടിക്കൊടുത്തത് ആരാണ്? അസ്മിത ഡേ ആണ്. ആരാണ്? അസ്മിത ഡേ ആണ് വനിതാ വിഭാഗം ജൂഡോയിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയത്. ഇനി പുരുഷ വിഭാഗം ജൂഡോയിൽ സ്വർണം നേടിയത് ഹർഷ് സിംഗ് ആണ് എന്നോർത്ത് വെച്ചേക്കാം. ജൂഡോയിൽ ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജൂഡോയിൽ 2 സ്വർണം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ജൂഡോയിൽ വനിതാ വിഭാഗം അസ്മിത ഡേയും പുരുഷ വിഭാഗം ആരാണ്? ഹർഷ് സിംഗുമാണ് ആ സ്വർണം നേടിക്കൊടുക്കുന്ന 2 പേരെന്ന് പറയുന്നത്. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാരാ അത്ലറ്റിക്സിലും ഇന്ത്യക്ക് ഒരു സ്വർണം ലഭിക്കുന്നുണ്ട്. ഇന്ത്യക്ക് 3 സ്വർണമാണ് കേട്ടോ. സോറി, 1 സ്വർണമല്ല, 3 സ്വർണമാണ് പാരാ അത്ലറ്റിക്സിൽ ലഭിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാരാ അത്ലറ്റിക്സിൽ ആദ്യത്തെ സ്വർണം നേടുന്നത് ആരാണെന്നറിയോ? അത് ഷർമിള ധങ്കർ ആണ്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് പാരാ അത്ലറ്റിക്കിൽ എന്താണ്? ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നു. ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുന്നത് ആരാണ്? അത് ഷർമിള ധങ്കർ ആണ്. ഷോർട്ട് പുട്ടിലാണ്, വനിതകളുടെ ഷോർട്ട് പുട്ടിൽ F57 വിഭാഗത്തിലാണ് എന്ത് നേടുന്നത്? ഷർമിള ധങ്കർ നമ്മുടെ സ്വർണ്ണ മെഡൽ നേടുന്നത്. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൽ 9 പോയിന്റ്, ഏറ്റവും മികച്ച 9.81 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷർമിള ധങ്കർ എന്ത് നേടുന്നത്? കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ ആദ്യമായിട്ട് സ്വർണം നേടുന്നത്. പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിക്കുന്നുണ്ടെന്നറിയോ? 3 മെഡലുകളാണ് ലഭിക്കുന്നത്. ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിക്കുന്നുണ്ട്? 3 മെഡലുകൾ ലഭിക്കുന്നുണ്ട്. അതിൽ ആദ്യം സ്വർണ്ണ മെഡൽ നേടിക്കൊടുക്കുന്നത് ആരാണ്? അത് ഷർമിള ധങ്കർ ആണ്. രണ്ടാമത്തത് സോമൻ റാണ സ്വർണ്ണ മെഡൽ ലഭിക്കുന്നുണ്ട്. ഇതേ പറയുന്ന ഷോർട്ട് പുട്ടിൽ തന്നെയാണ്. ഷോർട്ട് പുട്ടിൽ 57 വിഭാഗത്തിൽ തന്നെയാണ് സോമൻ റാണയ്ക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ദിലീപ് ഗാവത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോ നമുക്കറിയാം സ്വർണം വന്ന വഴിയിൽ ഇപ്പൊ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം സ്വർണം നേടുന്നത് മീരാഭായ് ചാനുവാണ്, ഭാരോദ്വഹനത്തിലാണ്. രണ്ടാമത് 2 സ്വർണം വരുന്നത് ജൂഡോയിലാണ് അല്ലെ. ജൂഡോ വനിതാ വിഭാഗവും പുരുഷ വിഭാഗവും ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? സ്വർണം ലഭിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് 3 സ്വർണം വരുന്നത് എവിടെയാണ്? പാരാ അത്ലറ്റിക്കിലാണ്. പാരാ അത്ലറ്റിക്കിലാണ് 3 സ്വർണം വരുന്നത്. പാരാ അത്ലറ്റിക്കിൽ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് പാരാ അത്ലറ്റിക്കിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടുന്നത് ആരാണ്? ഷർമിള ധങ്കർ ആണ്. കൂടാതെ ആരൊക്കെ സ്വർണം നേടിയിട്ടുണ്ട്? സോമൻ റാണ, ദിലീപ് ഗാവത്ത് എന്നിവരും പാരാ അത്ലറ്റിക്കിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടി. 3 സ്വർണമാണ് പാരാ അത്ലറ്റിക്കിൽ ആർക്ക് ലഭിക്കുന്നത്? ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇനി ബാക്കി 7 സ്വർണം വന്ന വഴി ഏതാണെന്നറിയോ? 7 സ്വർണം ബോക്സിംഗിലാണ് വരുന്നത്. ബോക്സിംഗിൽ ആകെ 7 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 7 സ്വർണം ലഭിച്ചവരിൽ 5 പേര് വനിതകളാണ്. 7 സ്വർണം ലഭിച്ചവരിൽ 5 പേര് വനിതകളാണ്. ആരൊക്കെയാണ്? പ്രീതി പവാർ, സാക്ഷി ചൗധരി, അരുന്ധതി ചൗധരി, പ്രിയ ഗംഗാസ്, ജസ്മൈ ലംബോറിയ എന്നിവർക്കാണ് 5 സ്വർണം ലഭിച്ച വനിതകൾ എന്ന് പറയുന്നത്. അപ്പൊ ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ആ 7 സ്വർണത്തിൽ 5 സ്വർണം ലഭിച്ചത് ആർക്കാണ്? വനിതകൾക്കാണ്. ആരൊക്കെയാണ് വനിതകൾ എന്ന് പറയുന്നത്? പ്രീതി പവാർ, അതുപോലെ തന്നെ സാക്ഷി ചൗധരി, അരുന്ധതി ചൗധരി, പ്രിയ ഗംഗാസ്, ജസ്മൈ ലംബോറിയ എന്നിവരാണ് ആ 5 വനിതാ താരങ്ങൾ എന്ന് പറയുന്നത്. സ്വർണം ലഭിച്ച വനിതാ താരങ്ങൾ.
ബാക്കി 2 നമ്മൾ പറഞ്ഞു 7 സ്വർണമാണെന്ന് പറഞ്ഞു. 5 സ്വർണം വനിതകൾക്കാണ് പ്ലസ് 2 സ്വർണം പുരുഷന്മാർക്കാണ്. ആ 2 സ്വർണമാർക്കൊക്കെയാണ് സച്ചിൻ സിവാജും അങ്കഷ് പങ്കലിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ്? സച്ചിൻ സിവാജ്, അങ്കഷ് പങ്കൽ എന്നിവർക്കാണ് ലഭിച്ചത് 2 സ്വർണം ലഭിച്ചത്. മൊത്തം ബോക്സിംഗിൽ എത്ര സ്വർണമാണ്? 7 സ്വർണമാണ്. അങ്ങനെയാണ് 13 സ്വർണത്തിന്റെ കണക്ക് വരുന്നത്. മനസ്സിലായല്ലോ? 13 സ്വർണം വരുന്നത്. ആദ്യം മീരാഭായ് ചാനു 1 സ്വർണം നേടുന്നു, പിന്നീട് 2 സ്വർണം എവിടെ ലഭിക്കുന്നു? ജൂഡോയിൽ ലഭിക്കുന്നു. പിന്നീട് 3 സ്വർണം പാരാ അത്ലറ്റിക്സിൽ ലഭിക്കുന്നു. പിന്നീട് 7 സ്വർണം എവിടെ ലഭിക്കുന്നു? ബോക്സിംഗിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ 3 വെള്ളി മെഡൽ ലഭിച്ചു. അതിലൊരു വെള്ളി മെഡൽ ആർക്കാണ് ലഭിച്ചത്? ലൗലീന ബോർഗോഹൈനാണ് ലഭിച്ചത്. ബോക്സിംഗ് താരമാണ് ലൗലീന ബോർഗോഹൈൻ എന്ന് പറയുന്നത്. ഒരു വെള്ളി മെഡലാണ് ഇവിടെ. എന്താണ് ഈ വർഷം ലൗലീന ബോർഗോഹൈൻ എന്താണ് നേടാൻ സാധിച്ചത്? വെള്ളി മെഡലാണ് ഈ വർഷം നേടാൻ സാധിച്ചത്. അപ്പൊ ആ 13 സ്വർണത്തിന്റെ കണക്കുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു മെഡൽ നേട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വെള്ളി തിളക്കത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ ഒരു വെള്ളി തിളക്കത്തെ കുറിച്ച് പഠിച്ചു വെക്കണം. അത് ഗുൽവീർ സിംഗ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ടാണ് പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ലഭിക്കുന്നത്. അതും വെള്ളി മെഡലാണ് ലഭിക്കുന്നത്. ആരാണ് കൊണ്ടുവന്നത്? ഗുൽവീർ സിംഗ് ആണ് കൊണ്ടുവന്നത്. ആരാണ് ആ വെള്ളി മെഡൽ കൊണ്ടുവന്നത്? ഗുൽവീർ സിംഗ് ആണ്. ഗ്ലാസ്ഗോയിൽ നടന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നത്? ഒരു മെഡൽ ലഭിക്കുന്നത്. ഈ വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഒരു മെഡൽ ലഭിക്കുന്നത്. അതും വെള്ളി മെഡലാണ് ലഭിക്കുന്നത്. ആരാണ് കൊണ്ടുവന്നത്? ഒരു വീരനാണ് അല്ലെ, ഓടി ഒരു വീരനാണ് മെഡൽ കൊണ്ടുവന്നത്. വെള്ളി മെഡലാണ് ഗുൽവീർ സിംഗ് ആണ് കൊണ്ടുവന്നത്. 10,000 മീറ്റർ ഓട്ടത്തിൽ ഒരു വീരൻ വെള്ളി മെഡൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്നു. അത് ഗുൽവീർ സിംഗ് ആണ്. പഠിച്ചു വെച്ചേക്കണം. ഇനി ജൂഡോയിൽ ഒരു തിരിച്ചടി കൂടി ഇന്ത്യക്ക് ലഭിച്ചു. ജൂഡോയിൽ തിരിച്ചടി കിട്ടിയത് തൂലിക മന്നിനെ എന്ത് ഏർപ്പെടുത്തി? ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കണ്ടന്റുകളാണ് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് കിട്ടിയ തിരിച്ചടി ഏതാണ്? ജൂഡോയിൽ നമ്മുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു ആര്? തൂലിക മൻ എന്ന് പറയുന്നത്. പക്ഷേ ദേശീയ ഉത്തേജന വിരുദ്ധ ഏജൻസി തൂലിക മന്നിനെ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ തൂലിക മന്നിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ നിങ്ങളോട് എന്താണ് എക്സാമിൽ ചോദ്യം വരും? ദേശീയ ഉത്തേജന വിരുദ്ധ ഏജൻസി നിലവിൽ സസ്പെൻഡ് ചെയ്ത തൂലിക മൻ ഏത് സ്പോർട്സ് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ അവിടെ നിങ്ങൾ പറയണം തൂലിക മൻ എന്താണ്? ജൂഡോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ ഉത്തേജന വിരുദ്ധ ഏജൻസി നിലവിൽ സസ്പെൻഡ് ചെയ്ത തൂലിക മൻ ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് ജൂഡോയാണെന്ന് പറയണം. ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ജൂഡോയിൽ നമ്മുടെ ഒരു മെഡൽ പ്രതീക്ഷയായിരുന്നു തൂലിക മൻ എന്ന് പറയുന്നത്. പക്ഷേ വിലക്കേർപ്പെടുത്തി കേട്ടോ. ഉത്തേജന വിരുദ്ധ ഏജൻസി വിലക്കേർപ്പെടുത്തിയത് കൊണ്ട് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു 122 കായിക താരങ്ങളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് എന്ന് പറഞ്ഞു. അതിൽ 5 മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ മലയാളികളിലേക്ക് ഒന്ന് പോകണ്ടേ? തീർച്ചയായിട്ടും പോണം. ആ മലയാളികളെ പറ്റി ഒന്ന് പഠിച്ചു വെക്കണം. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? സജൻ പ്രകാശ് നീന്തൽ താരമാണ്. സജൻ പ്രകാശ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എം ശ്രീശങ്കറിനെ കുറിച്ച് ഒരു പ്രത്യേകം നമ്മൾ എടുത്തു പഠിക്കുന്നതായിരിക്കും. എം ശ്രീശങ്കർ ഒന്ന് ചെക്കിട്ട് വെച്ചേക്കണം. എം ശ്രീശങ്കർ ഇമ്പോർട്ടന്റ് ആണ്. എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ ഏതാണ് മേഖല? ലോങ് ജമ്പ് ആണ് അല്ലെ. അതുപോലെ തന്നെ അൻസ ബാബു അത്ലറ്റിക്സ് ആണ്. മുഹമ്മദ് ബാസിൽ പാരാ അത്ലറ്റിക്സ് ആണ്. അതുപോലെ തന്നെ KP സാദീഷ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ആണ്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ ടോട്ടൽ 122 താരങ്ങൾ പങ്കെടുത്തു. 122 താരങ്ങൾ. അതിൻ്റെ അകത്ത് 5 മലയാളികൾ ഉണ്ടായിരുന്നു. ആ 5 മലയാളികളാണ് ആരൊക്കെ എന്ന് പറയുന്നത്? സജൻ പ്രകാശ് നീന്തൽ താരം, എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്, അൻസ ബാബു അത്ലറ്റിക്സ് ആണ്, മുഹമ്മദ് ബാസിൽ ഏതാണ്? പാരാ അത്ലറ്റിക്സ് ആണ്, KP സാദീഷ് ഏതാണ്? ആർട്ടിസ്റ്റിക് ആൻഡ് ജിംനാസ്റ്റിക് ആണ്. KP സ്വാദീഷ് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചേക്കണം. കോമൺവെൽത്ത് ഗെയിംസിലെ 5 മലയാളി താരങ്ങൾ. ഇനി അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലെ എം ശ്രീശങ്കറിനെ കുറിച്ച്, മലയാളിയായിട്ടുള്ള എം ശ്രീശങ്കറിനെ കുറിച്ച് അല്ലെങ്കിൽ മുരളി ശ്രീശങ്കറിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം തുടർച്ചയായിട്ട് 2 കോമൺവെൽത്ത് ഗെയിംസുകളിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽസ് നേടുന്ന താരമാണ്. വെള്ളി മെഡൽ സ്വന്തമാക്കുന്ന താരമാണ് ആരെന്ന് പറയുന്നത്? എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ എന്ന് പറയുന്നത്. അപ്പൊ
2026 കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പില് തുടർച്ചയായിട്ട് വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ് ആരെന്ന് പറയുന്നത്? എം ശ്രീശങ്കർ എന്ന് പറയുന്നത്. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ അല്ലെങ്കിൽ എം ശ്രീശങ്കർ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 2 വെള്ളി മെഡലുകൾ നേടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. ലോങ് ജമ്പില് തുടർച്ചയായിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. അതുപോലെ തന്നെ മലയാളിയുമാണ് ആരെന്ന് പറയുന്നത്? എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ എന്ന് പറയുന്നത്. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ് എപ്പോഴാണ്? 2022 ബിർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 8.08 മീറ്റർ ചാടി എന്താണ് വെള്ളി മെഡൽ സ്വന്തമാക്കി. അതുപോലെ തന്നെ ഈ 2026 നടന്ന ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 8.09 മീറ്റർ ചാടി എന്ത് സ്വന്തമാക്കി? വീണ്ടും വെള്ളി മെഡൽ സ്വന്തമാക്കാൻ ആർക്ക് സാധിച്ചു? എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ മലയാളിയായിട്ടുള്ള നമ്മുടെ താരത്തിന് സാധിച്ചു. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണ്, ഇത്രയും കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട മെഡൽ നേട്ടങ്ങളെ കുറിച്ച്, അതായത് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളെ കുറിച്ച് കോമൺവെൽത്ത് ഗെയിംസിലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മെഡൽ ടേബിളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസ് അവസാനിക്കുമ്പോൾ മെഡൽ ടേബിളിൽ 1ാം സ്ഥാനത്ത് ആരാണ്? ഓസ്ട്രേലിയയാണ് മെഡൽ ടേബിളിൽ 1ാം സ്ഥാനത്തുള്ളത്. ഓസ്ട്രേലിയക്ക് ടോട്ടൽ എത്ര മെഡലുകൾ ലഭിച്ചു? 171 മെഡലുകൾ ലഭിച്ചു. അതിൻ്റെ അകത്ത് എത്ര സ്വർണം? 70 സ്വർണം ലഭിച്ചു, 45 വെള്ളി ലഭിച്ചു, അതുപോലെ തന്നെ 56 വെങ്കലം ഉൾപ്പെടെ 171 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്, ഓസ്ട്രേലിയക്ക് ലഭിക്കുന്നത്. 1ാം സ്ഥാനത്ത് ആരാണ്? ഓസ്ട്രേലിയയാണ്. 2ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന് ടോട്ടൽ 110 മെഡലുകളാണ് ലഭിക്കുന്നത്. അതിന്റെ അകത്ത് 29 സ്വർണമുണ്ട്. 3ാം സ്ഥാനത്ത് കാനഡയാണ്. കാനഡയ്ക്ക് ടോട്ടൽ 62 മെഡലുകളാണ് ലഭിക്കുന്നത്. അതിന്റെ അകത്ത് 19 സ്വർണമുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് എത്രാം സ്ഥാനത്താണ്? 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ടോട്ടൽ 39 മെഡലുകൾ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 13 സ്വർണം ലഭിക്കുന്നുണ്ട്. ഈ 13 സ്വർണം വന്ന വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതുപോലെ തന്നെ 17 വെള്ളി മെഡൽ, 9 വെങ്കല മെഡൽ, ടോട്ടൽ എത്രയാണ്? 39 മെഡലുകളാണ്. ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് എത്രയാണ്? 4ാം സ്ഥാനത്ത്. അപ്പോൾ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് 2026 കോമൺവെൽത്ത് ഗെയിംസ് അവസാനിക്കുന്ന സമയത്ത് മെഡൽ ടേബിളിൽ 1ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, 2ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 3ാം സ്ഥാനത്ത് കാനഡ, 4ാം സ്ഥാനത്ത് ആരാണ് വരുന്നത്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ മെഡൽ മാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. 4ാം സ്ഥാനത്ത് ഇന്ത്യ വന്നു. ഇന്ത്യക്ക് ടോട്ടൽ എത്ര മെഡൽ? 39 മെഡലാണ്. അതിൻ്റെ അകത്ത് 13 സ്വർണം വന്ന വഴി നമ്മൾ പറഞ്ഞു. ആദ്യത്തെ സ്വർണം മീരാഭായ് ചാനു നേടി. 2 ജൂഡോയിൽ സ്വർണം ലഭിക്കുന്നു. 3 പാരാ അത്ലറ്റിക്സിൽ സ്വർണം ലഭിക്കുന്നു. 7 ബോക്സിംഗിൽ സ്വർണം ലഭിക്കുന്നു. ടോട്ടൽ 13 സ്വർണം ലഭിക്കുന്നു. വെള്ളി മെഡൽ 17 ആണ്. വെങ്കല മെഡൽ 9 വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. മെഡൽ ടേബിളും നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം ബാറ്റിൽ കൈമാറിയിരിക്കുകയാണ് അല്ലെ. 2026 ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ, കാരണം 2026 ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ബാറ്റിൽ കൈമാറിയിരിക്കുകയാണ്. ബാറ്റിൽ ഏറ്റുവാങ്ങിയത് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആണ് PT ഉഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് PT ഉഷ ബാറ്റിൽ കൈമാറി? കാരണം ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഇനി എന്ത് നടക്കാൻ പോകുന്നത്? 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബാറ്റിൽ ആർക്ക് കൈമാറി? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ വിളിപ്പേരിട്ട് വിളിക്കുന്ന നമ്മുടെ PT ഉഷയ്ക്ക് കൈമാറിയിരിക്കുകയാണ് അല്ലെ. PT ഉഷ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ ഇവിടെ പഠിക്കണം. കോമൺവെൽത്ത് ഗെയിംസിന്റെ 2026 സമാപന ചടങ്ങിൽ ഇന്ത്യ അവതരിപ്പിച്ച സാംസ്കാരിക പ്രദർശനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നോക്കി വെക്കണം. വസുദൈവ കുടുംബകം എന്ന് പറയുന്നതാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന് പറയുന്നതാണ് വസുദൈവ കുടുംബകം അല്ലെ. കോമൺവെൽത്ത് ഗെയിംസിന്റെ 2026 സമാപന ചടങ്ങിൽ ഇന്ത്യ അവതരിപ്പിച്ച സാംസ്കാരിക പ്രദർശനത്തിന്റെ പ്രമേയം കൂടിയായിരുന്നു എന്തെന്ന് പറയുന്നത്? വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്. ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. അപ്പൊ അഹമ്മദാബാദിനെ വെൽത്ത് കൂടുമ്പോൾ കുറച്ച് അഹമ്മദി കൂടും. 2030 ഗുജറാത്തിലെ അഹമ്മദാബാദ് ഇന്ത്യയിൽ വെച്ചിട്ട് നടക്കുന്ന 2ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്.
ഇനി 2030 നടക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എക്സാമിന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് എഴുതുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെയുള്ള ഹോട്ട് ടോപ്പിക്, അടുത്തൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു ഓൾ.